നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലാണുള്ളത്. ഇത് തിരുവനന്തപുരം പാളയത്ത് മ്യൂസിയം വെള്ളയമ്പലം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാനവീയം വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 മീറ്റർ ദൂരമുള്ള ഒരു ചെറിയ റോഡാണ്, ഒരു തെരുവാണ്. ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, മാനവീയം വീതി തിരുവനന്തപുരത്ത് നൈറ്റ് ലൈഫ് ഓപ്പൺ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അന്ന് മുതലേ ഇങ്ങോട്ടൊന്ന് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, എന്താണ് നമ്മുടെ നാട്ടിലെ നൈറ്റ് ലൈഫിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി. ഇപ്പോൾ ഏതായാലും വൈകുന്നേരമാണ് സമയം. അപ്പം ഇവിടെ അങ്ങനെ ഒരു നൈറ്റ് ലൈഫിൻ്റെ ആ ഒരു തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ഇപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും, ഇവിടെ എപ്പോഴും രാത്രിയൊക്കെ അടിപിടിയും കുറേ മദ്യപാനികളുടെ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും പോലീസൊക്കെ ഇടപെട്ട് നൈറ്റ് ലൈഫൊന്നും അധികം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നി ഇപ്പോൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നൈറ്റ് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബാംഗ്ലൂർ, ഗോവയിലൊക്കെ കാണുന്ന ഒരു നൈറ്റ് ലൈഫ് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരാൻ നിൽക്കേണ്ട. കാരണം ഇവിടെ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഒന്നുമല്ല. ഇത് പണ്ട് മുതലേ ഉള്ളൊരു തെരുവാണ്. ഇവിടെ പണ്ട് മുതലേ കൾച്ചറൽ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് മഹാരഥന്മാർ നടത്തിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് വീണ്ടും ഒന്ന് റിനോവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി ഓപ്പൺ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ പ്രൈവറ്റായിട്ട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് ഇടാമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടുള്ള സ്റ്റാളുകളോ ഷോപ്പുകളോ കോഫി ഷോപ്പുകളോ ഫുഡ് കഫേകളോ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല. ഒരുപാട് നല്ല ഏരിയയുള്ള ഒരു വീതിയാണ് ഇവിടെ. കാരണം കൾച്ചറൽ പ്രോഗ്രാം, ഡ്രാമ, അങ്ങനെ സ്ട്രീറ്റ് നാടകങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഈ ഭിത്തിയിലൊക്കെ ഒരുപാട് കലാസൃഷ്ടികളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വൈകുന്നേരം നമുക്കിങ്ങനെ കാറ്റ് കൊള്ളാനും കുറച്ച് സമയങ്ങളൊക്കെ പങ്കുവെക്കാനും അങ്ങനത്തെ ഒരു സൗകര്യം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അല്ലാതെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല ഇവിടെ ഇപ്പം. അപ്പം അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പർപ്പസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഗോവയിലും പുറത്തെ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊന്നും എത്രത്തോളം കൊണ്ടുവന്നാൽ ശരിയാവുന്നു, നമ്മുടെ നാട്ടുകാരതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മാനവീയം വീതിയുടെ അവസ്ഥ ഇതാണ്. ഇതിപ്പോൾ വൈകുന്നേരത്തെ ഒരു സമയമാണ്, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. കുറച്ച് കോളേജ് വിദ്യാർത്ഥികളും അങ്ങനെയുള്ള കുറച്ച് കപ്പിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ എൻഡ് വരെ ഒന്ന് നടന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു.